കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ് തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ് തൃപ്രയാർ. മാരാങ്കോട് കുടിൽക്കെട്ടി താമസിക്കുന്ന അരേക്കാപ്പ് വീരാൻകുടി ഉന്നതികളിലെ ആദിവാസി കുടുംബങ്ങളുടെ പ്രശ്നം ചർച്ച ചെയ്യാൻ 10 ദിവസത്തിനകം ഉന്നതതല യോഗം ചേരുമെന്ന് മന്ത്രി KA തുളസി. ഉന്നതിയിലെ താമസക്കാർക്ക് അടിയന്തരമായ സഹായങ്ങൾ എത്തിക്കുമെന്നും മന്ത്രി. ദേശീയപാത ശ്രീനാരായണപുരം ആലയിൽ കാറിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന സ്കൂട്ടർ യാത്രക്കാരനായ വിദ്യാർത്ഥി മരിച്ചു. ഇരിങ്ങാലക്കുടയിൽ സ്വകാര്യ ബസും കോളേജ് ബസും കൂട്ടിയിടിച്ച് 14 പേർക്ക് പരിക്കേറ്റു. ഇതര സംസ്ഥാനങ്ങളുടെ സഹകരണത്തോടെ ഓപ്പറേഷൻ തൂഫാന്റെ പ്രവർത്തനം വ്യാപിപ്പിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ലഹരിക്കെതിരെയുള്ള യുദ്ധം നിരന്തരം തുടർന്നുകൊണ്ടിരിക്കുമെന്നും ആഭ്യന്തരമന്ത്രി. നാലമ്പല തീർത്ഥാടനത്തിന് ഭക്തജന പ്രവാഹം. ഭക്തർക്ക് പ്രത്യേക സൗകര്യങ്ങളൊരുക്കി ക്ഷേത്രങ്ങൾ. കേരളത്തിൽ എയിംസ് വരുമെന്ന് ഉറപ്പാണെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. എയിംസ് തൃശൂരിൽ വേണമെന്ന കാര്യത്തിൽ താൻ ശാഠ്യം പിടിക്കാനില്ലെന്നും കേന്ദ്രമന്ത്രി. വാർത്തകൾ വിശദമായി. മാരാങ്കോട് പ്രദേശത്ത് കുടിൽക്കെട്ടി താമസിക്കുന്ന അരേക്കാപ്പ് വീരാൻകുടി ഉന്നതികളിലെ ആദിവാസി കുടുംബങ്ങളുടെ പ്രശ്നം ചർച്ച ചെയ്യാൻ 10 ദിവസത്തിനകം തിരുവനന്തപുരത്ത് ഉന്നതതല യോഗം ചേരുമെന്ന് മന്ത്രി KA തുളസി സംസാരിക്കുകയായിരുന്നു മന്ത്രി. അടിസ്ഥാന വിഭാഗങ്ങളെ സംരക്ഷിക്കുന്ന നിലപാട് സർക്കാർ സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. പ്രശ്നം എത്രയും വേഗം പരിഹരിക്കണമെന്ന് സനീഷ് കുമാർ ജോസഫ് MLA യോഗത്തിൽ ആവശ്യപ്പെട്ടു. ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജാൻസി പൗലോസ്, പഞ്ചായത്ത് പ്രസിഡന്റ് സുനന്ദ നാരായണൻ, ജില്ലാ ട്രൈബൽ ഓഫീസർ R സിന്ധു, ചാലക്കുടി DFO M വെങ്കടേശൻ, തഹസീൽദാർ KA ജേക്കബ് തുടങ്ങിയവർ സംസാരിച്ചു. ദേശീയപാത ശ്രീനാരായണപുരം ആലയിൽ കാറിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന സ്കൂട്ടർ യാത്രക്കാരനായ വിദ്യാർത്ഥി മരിച്ചു. അഞ്ചാമ്പരുത്തി കാട്ടുപറമ്പിൽ കബീറിന്റെ മകൻ 14 വയസ്സുള്ള റംസാനാണ് മരിച്ചത്. റംസാന്റെ പിതാവ് കബീർ അപകടത്തിൽ മരിച്ചിരുന്നു. ഗുരുതരമായ പരിക്കേറ്റ റംസാൻ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. ചൊവ്വാഴ്ച രാവിലെ കൊച്ചിയിൽ നിന്നും കോഴിക്കോട്ടേക്ക് പോവുകയായിരുന്ന കാറിടിച്ചായിരുന്നു അപകടം. ഇരിങ്ങാലക്കുട 3 പീടിക റോഡിൽ സ്വകാര്യ ബസും എഞ്ചിനീയറിംഗ് കോളേജിന്റെ ബസും കൂട്ടിയിടിച്ച് 14 പേർക്ക് പരിക്കേറ്റു. മാള ഇരിങ്ങാലക്കുട റൂട്ടിൽ സർവീസ് നടത്തുന്ന കീർത്തന എന്ന സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ട് മുന്നിലുണ്ടായിരുന്ന സഹൃദയ എഞ്ചിനീയറിംഗ് കോളേജ് ബസിന്റെ പിന്നിലിടിക്കുകയായിരുന്നു. സ്വകാര്യ ബസിന്റെ ബ്രേക്ക് നഷ്ടപ്പെട്ടതാണ് അപകട കാരണമെന്ന് ഡ്രൈവർ പറഞ്ഞു. അപകടത്തിൽ പരിക്കേറ്റ സ്വകാര്യ ബസ്സിലെ 10 പേരെയും കോളേജ് ബസ്സിലെ 4 വിദ്യാർത്ഥികളെയും ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തെ തുടർന്ന് ഇരിങ്ങാലക്കുട 3 പീടിക റൂട്ടിൽ ഏറെ നേരം ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടു. പിന്നീട് ഇരിങ്ങാലക്കുട പോലീസ് എത്തിയാണ് ഗതാഗതം നിയന്ത്രിച്ചത്. കടവല്ലൂരിൽ KSRTC ബസും മിനി പിക്കപ്പ് ലോറിയും കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. കല്ലുംപുറം ഖമർ പാലസ് ഓഡിറ്റോറിയത്തിന് മുൻപിലായിരുന്നു സംഭവം. തിരുവല്ലയിൽ നിന്നും കോഴിക്കോട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന KSRTC ബസും കാസർഗോഡ് നിന്നും കോട്ടയം ഭാഗത്തേക്ക് പോവുകയായിരുന്ന മിനി ലോറിയുമാണ് അപകടത്തിൽപ്പെട്ടത്. പരിക്കേറ്റ മിനി പിക്കപ്പ് ലോറിയിലുണ്ടായിരുന്നവരെ പെരുമ്പിലാവിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നിയന്ത്രണം നഷ്ടപ്പെട്ട KSRTC ബസ് പാതയോരത്തെ സുരക്ഷാ തൂണുകളിൽ ഇടിച്ചു നിന്നതിനാൽ വലിയൊരു ദുരന്തമാണ് ഒഴിവായത്. എരുമപ്പെട്ടി കുണ്ടന്നൂർ തൃക്കണ പതിയാരത്ത് നിയന്ത്രണം വിട്ട പിക്കപ്പ് വാഹനം ചായക്കടയിലേക്ക് ഇടിച്ചു കയറി മറിഞ്ഞ് 2 പേർക്ക് പരിക്കുപറ്റി. കുണ്ടന്നൂർ തലശ്ശേരി പാതയിൽ വരവൂർ ഭാഗത്തുനിന്ന് വരികയായിരുന്ന വാഹനമാണ് റോഡരികിലെ ചായക്കടയിലേക്ക് ഇടിച്ചു കയറിയത്. ചായ കുടിക്കാനെത്തിയ മണി, കടയിലെ ജീവനക്കാരൻ അരവിന്ദാക്ഷൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ നാട്ടുകാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തട്ടുകട പൂർണ്ണമായും തകർന്നു. സമീപത്ത് നിർത്തിയിട്ടിരുന്ന ഇരുചക്ര വാഹനങ്ങൾക്കും പിക്കപ്പ് വാഹനങ്ങൾക്കടിയിൽപ്പെട്ട് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. സമൂഹത്തിൽ വലവിരിച്ചുകൊണ്ടിരിക്കുന്ന ലഹരി മാഫിയയെ തുടച്ചു നീക്കാൻ കേരള സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും മറ്റ് സംസ്ഥാനങ്ങളുടെ സഹകരണത്തോടെ ഓപ്പറേഷൻ തൂഫാന്റെ പ്രവർത്തനം വ്യാപിപ്പിക്കുമെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. പാവർട്ടി പഞ്ചായത്ത് സംഘടിപ്പിച്ച തൂഫാൻ വാർ അഗെയിൻസ്റ്റ് ഡ്രഗ്സ് എന്ന ലഹരി വിരുദ്ധ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ആഭ്യന്തരമന്ത്രി. ഓപ്പറേഷൻ തൂഫാൻ തുടക്കം മാത്രമാണ്. ലഹരിക്കെതിരെയുള്ള യുദ്ധം നിരന്തരം തുടർന്നുകൊണ്ടേയിരിക്കേണ്ടതാണെന്നും ആഭ്യന്തരമന്ത്രി പറഞ്ഞു. പാവർട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് ആൻഡോ ലിജോ അധ്യക്ഷത വഹിച്ചു. പ്രൊഫസർ C രവീന്ദ്രനാഥ് MLA മുഖ്യപ്രഭാഷണം നടത്തി.
സെന്റ് ജോസഫ് കോളേജ് മാനേജർ ഫാദർ സെബി പാലമറ്റത്തിനെയും ലഹരിക്കെതിരെ ഏകാംഗ നാടകം നിരവധി വേദികളിൽ അവതരിപ്പിച്ച മാത്യൂസ് പാവർട്ടിയെയും ലഹരിക്കെതിരെ ചിത്രപ്രദർശനം നടത്തിയ ആൻജിയ റാഫിയെയും തൂഫാൻ വാരിയേഴ്സായി ചടങ്ങിൽ ആദരിച്ചു. ലഹരിക്കെതിരെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരും അണിനിരുന്ന ടെലിഫിലിമിന്റെ പ്രകാശനവും ആഭ്യന്തരമന്ത്രി നിർവഹിച്ചു. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ക്ലമൻ ഫ്രാൻസിസ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റംസിയ മുജീബ്, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ ഫിജിന തുടങ്ങിയവർ സംസാരിച്ചു. രാമായണ മാസത്തോടനുബന്ധിച്ചുള്ള നാലമ്പല തീർത്ഥാടനത്തിന് തുടക്കമായി. തൃപ്രയാറിൽ ശ്രീരാമൻ, ഇരിങ്ങാലക്കുടയിൽ ഭരതൻ, മൂഴിക്കുളത്ത് ലക്ഷ്മണൻ, പായമൽ ശത്രുഘ്നൻ എന്നീ ക്ഷേത്രങ്ങൾ ഉൾക്കൊള്ളിച്ചാണ് നാലമ്പല തീർത്ഥാടനം. ഇരിങ്ങാലക്കുടയിൽ 7 കിലോമീറ്റർ വ്യത്യാസത്തിലാണ് ഭരതക്ഷേത്രവും ശത്രുഘ്നസ്വാമി ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നത്. നാലമ്പല ദർശനത്തിനായി എത്തുന്ന ഭക്തജനങ്ങൾക്ക് ദർശനം നടത്തുന്നതിനായി കൂടൽമാണിക്യം ക്ഷേത്രത്തിലും പായമൽ ശത്രുഘ്ന ക്ഷേത്രത്തിലും വിപുലമായ സൗകര്യമാണ് ഒരുക്കിയിരിക്കുന്നത്. സദ്ഗുണങ്ങളുടെയും സാഹോദര്യത്തിന്റെയും മൂർത്തിഭാവമായ ദാശരഥികളുടെ ക്ഷേത്രങ്ങൾ ക്രമപ്രകാരം ഒരു ദിവസം ദർശിക്കുന്നത് സർവാഭിഷ്ട സിദ്ധിപ്രദമാണെന്നാണ് വിശ്വാസം. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യത്തിലെ പ്രതിഷ്ഠാമൂർത്തി മഹാവിഷ്ണുവിന്റെ അംശാവതാരവും ശ്രീരാമ സോദരനുമായ ഭരതനാണ്. ഐതിഹ്യപ്രകാരം വിഷ്ണുവിന്റെ തൃക്കയിലെ ശംഖിന്റെ അവതാരമാണ് ഭരതൻ. പ്രതിഷ്ഠ ഭരതനാണെങ്കിലും പൂജ വൈഷ്ണവമാണ്. നാലമ്പല ദർശനത്തിനായി കൂടൽമാണിക്യം ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങൾക്ക് തിക്കും തിരക്കും കൂടാതെ ഭഗവാനെ തൊഴാൻ വിപുലമായ സൗകര്യമാണ് ഒരുക്കിയിരിക്കുന്നത്. മഴയും വെയിലും കൊള്ളാതെ തൊഴാനുള്ള സൗകര്യത്തിന് ചുറ്റിലും പന്തലുണ്ട്. ഭക്തജനങ്ങളുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിന് പ്രത്യേക പാർക്കിംഗ് സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ശ്രീരാമ സഹോദരന്മാരിൽ ഏറ്റവും ഇളയവനായ ശത്രുഘ്നൻ കുടികൊള്ളുന്നത് ഇരിങ്ങാലക്കുടയിൽ നിന്നും 7 കിലോമീറ്റർ മാത്രം ദൂരെ തെക്കുഭാഗത്തായി പൂമംഗലം പഞ്ചായത്തിലെ പായമലിലാണ്. മഹാവിഷ്ണുവിന് അലങ്കാരവും അതേസമയം ആയുധമായ തൃക്കയിലെ സുദർശന ചക്രത്തിന്റെ പ്രതീകമാണ് ശത്രുഘ്നൻ എന്നാണ് വിശ്വാസം. ലവണാസുരവധത്തിന് ഉദ്യുക്തനായി അല്പം ക്രോധത്തോടു കൂടിയ ശത്രുഘ്നനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. മറ്റ് 3 ദാശരഥികളി ക്ഷേത്രങ്ങളും വൃത്താകൃതിയിലാണെങ്കിൽ ശത്രുഘ്ന ക്ഷേത്രം ചതുരാകൃതിയിലാണ്. ഇവിടെയും ക്ഷേത്ര ദർശനത്തിനെത്തുന്ന ഭക്തജനങ്ങൾക്കായി വിപുലമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നാലമ്പല ദർശനത്തിന്റെ അവസാന ക്ഷേത്രമായ പായമൽ ക്ഷേത്രത്തിൽ തീർത്ഥാടകർക്കായി ഭക്ഷണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. സാധാരണ ദിവസങ്ങളിൽ 5000 പേർക്കും ഒഴിവ് ദിവസങ്ങളിൽ 10000 പേർക്കുമാണ് ഭക്ഷണം ഒരുക്കിയിരിക്കുന്നത്. TCV ന്യൂസ്, ഇരിങ്ങാലക്കുട. നാലമ്പല തീർത്ഥാടനത്തിന്റെ ആദ്യ ക്ഷേത്രമായ തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ വൻ തിരക്ക് അനുഭവപ്പെട്ടു. തൃപ്രയാർ ക്ഷേത്രത്തിൽ പുലർച്ചെ മുതൽ ഭക്തജനങ്ങളുടെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഭക്തർക്ക് സുഗമമായ ദർശനം ഉറപ്പാക്കാനും തിരക്ക് നിയന്ത്രിക്കാനും വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. പൂർണ്ണ നിരീക്ഷണവും 4 സ്ഥലങ്ങളിൽ പാർക്കിങ്ങിനായി വിപുലമായ സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുള്ളതായി വലപ്പാട് SHO അനിൽകുമാർ പറഞ്ഞു. എല്ലാ സ്ഥലത്തും ക്യാമറ സെറ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ക്യൂ സിസ്റ്റം കൃത്യമായി നടപ്പാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പാർക്കിംഗ് സ്ഥലങ്ങൾ പ്രത്യേകമായിട്ട് കേന്ദ്രീകരിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെയുള്ള മോഷണം തടയുന്നതിന് വേണ്ടി കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ട ആളുകളുടെ ഫോട്ടോ പതിച്ച് വിവിധ സ്ഥലങ്ങളിൽ ഫോട്ടോ പതിക്കുന്നുണ്ട്. കൃത്യമായ അനൗൺസ്മെൻറ്റ് നടത്തുന്നുണ്ട്. എല്ലാ സജ്ജീകരണങ്ങളും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് എല്ലാം കൃത്യമായി നടത്താറുണ്ട്. റോഡിൽ നിന്ന് ആരംഭിക്കുന്ന പ്രത്യേക പന്തലുകളിലെ ബാരിക്കേഡുകളിൽ വരി നിൽക്കുന്ന ഭക്തർക്ക് വിശ്രമിക്കാനുള്ള പ്രത്യേക ഇരിപ്പിടങ്ങളും ദേവസ്വത്തിന്റെ ഭാഗത്തു നിന്നും തയ്യാറാക്കിയിട്ടുണ്ട്. തിരക്കൊഴിവാക്കാൻ വഴിപാട് കൗണ്ടറുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയും ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്ക് ചുക്കുവെള്ളം ക്ഷേത്രത്തിനകത്തും ചുക്കുകാപ്പി ക്ഷേത്രത്തിന് പുറത്തും തയ്യാറാക്കിയിട്ടുണ്ട്. വിവിധ സംഘടനകളും ഭക്തർക്കായി കാപ്പി വിതരണവും നടത്തുന്നുണ്ട്. മെഡിക്കൽ സേവനങ്ങൾക്കായി ഇത്തവണ ആരോഗ്യവകുപ്പിന്റെ 2 കൗണ്ടറുകളും ആക്ട്സിന്റെ ആംബുലൻസ് സേവനവും അഗ്നിശമന വിഭാഗത്തിന്റെ സേവനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. TCV ന്യൂസ്, തൃപ്രയാർ. നാലമ്പല തീർത്ഥാടകർക്ക് തൃപ്രയാർ സെന്റർ കമ്മിറ്റി കാപ്പി വിതരണം നടത്തി. തൃപ്രയാർ ക്ഷേത്രം മേൽശാന്തി അഴകത്ത് രാമൻ തിരുമേനി ഉദ്ഘാടനം ചെയ്തു. തളിക്കുളം ബ്ലോക്ക് ഹെൽത്ത് സൂപ്പർവൈസർ TP ഹനീഷ് കുമാർ, ഡോക്ടർ ദേവൻ പൊക്കഞ്ചേരി, ദേവസ്വം മാനേജർ KV വിനീത, വാർഡ് മെമ്പർ അംബിക ടീച്ചർ, UB കൃഷ്ണനുണ്ണി, ആക്ട് സെക്രട്ടറി സന്തോഷ് മാടക്കായി എന്നിവർ സംസാരിച്ചു. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. ഏത് ബഡ്ജറ്റിലും ഹാപ്പിയാർന്ന ഷോപ്പിംഗ് മമ്മി ഡാഡിയിൽ മാത്രം. മമ്മി ഡാഡി കളക്ഷൻസ്, സെക്കൻഡ് സ്റ്റാൻഡ്, തൃശൂർ. അറിഞ്ഞു, ടുലിപ്സിൽ സലൂൺ ചരിത്രം ഇന്ന് വരെ കാണാത്ത ക്യാഷ് പ്രൈസ് ഓണം. ചരിത്രത്തിൽ ആദ്യമായി പുരികം ത്രെഡ് ചെയ്യൂ,
100 Days ചലഞ്ചിൽ പങ്കെടുക്കൂ. നറുക്കെടുപ്പിലൂടെ തുലിപ്സിൽ നിന്ന് നേടൂ. 1ാം സമ്മാനമായി 1 ലക്ഷം രൂപ, 2ാം സമ്മാനമായി 50,000 രൂപ, 3ാം സമ്മാനമായി 25,000 രൂപ, 4ാം സമ്മാനം 5 പേർക്ക് 10,000 രൂപ. അപ്പൊ എങ്ങനെയാ, സെറ്റ് അല്ലേ? തുലിപ്സ് ഓണം, ക്യാഷ് പ്രൈസ് ഓണം. Tulips, every beauty solution under a single umbrella. French Dairy Pistachio Kunafa Bar. പെട്ടെന്നൊരാവശ്യം വരുമ്പോ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ, കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡൈ ഇപ്പോൾ ഹരിതയിൽ നിന്നും. Key OTT, 32 OTT platforms and all the live contents in single app. Subscribe now. Key OTT, one platform, 32 OTTs. വീണ്ടും വാർത്തകളിലേക്ക്. കേരളത്തിൽ എയിംസ് വരുമെന്ന് ഉറപ്പാണെന്നും അതെവിടെയായാലും ആഹ്ലാദിക്കാനും ആശ്വസിക്കാനും വക നൽകുന്നതാണെന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 10 കോടി രൂപ ചെലവിൽ നവീകരിച്ച ചാലക്കുടി റെയിൽവേ സ്റ്റേഷന്റെ ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. എല്ലാ സംസ്ഥാനങ്ങളിലും എയിംസ് അനുവദിക്കുമെന്ന് മോദി സർക്കാർ ഉറപ്പ് നൽകിയതാണ്. കോഴിക്കോട് വരണമെന്ന് ഒരു കൂട്ടർ ആവശ്യപ്പെടുന്നു. BJPക്ക് കേരളത്തിൽ നിന്ന് ആദ്യമായി MP സമ്മാനിച്ച തൃശൂരിൽ വേണമെന്ന് തനിക്കും പറയാം. എന്നാൽ അതിനായി ശാഠ്യം പിടിക്കാനില്ലെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി. കേരളത്തിൽ വികസനത്തിൽ പിന്നോക്കം നിൽക്കുന്ന ജില്ലയാണ് ആലപ്പുഴ. എയിംസ് അവിടെ വന്നാൽ 50 കിലോമീറ്റർ ചുറ്റളവിൽ വികസനമുണ്ടാകുമെന്നും കേന്ദ്രമന്ത്രി ചൂണ്ടിക്കാട്ടി. നവീകരിച്ച ചാലക്കുടി റെയിൽവേ സ്റ്റേഷന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി നിർവഹിച്ചു. സനീഷ് കുമാർ ജോസഫ് MLA, നഗരസഭാ ചെയർപേഴ്സൺ ആലീസ് ഷിബു, വാർഡ് കൗൺസിലർ ലിൻഡ ജോയ്, ഓം പ്രകാശ്, തിരുവനന്തപുരം റെയിൽവേ ഡിവിഷണൽ അഡീഷണൽ മാനേജർ വൈ സെൽവൻ തുടങ്ങിയവർ സംസാരിച്ചു. പാലപ്പള്ളി, എച്ചിപ്പാറ, കാരിക്കുളം, ചൊക്കനഭാഗം തുടങ്ങിയ സ്ഥലങ്ങളിൽ വന്യമൃഗ ആക്രമണം വ്യാപകമായ സാഹചര്യത്തിൽ വന്യമൃഗങ്ങൾക്ക് ഭക്ഷണവും വെള്ളവും കാടിനുള്ളിൽ സജ്ജമാക്കുന്ന പദ്ധതികൾ എത്രയും വേഗം നടപ്പിലാക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. CCTV ക്യാമറകളും കൂടുകളും സ്ഥാപിച്ച് വന്യമൃഗങ്ങളുടെ ചലനങ്ങൾ നിരീക്ഷിക്കണം. DFOയുടെ റിപ്പോർട്ടിൽ പറയുന്ന ഫെൻസിംഗ് പൂർത്തിയാക്കാൻ സത്വര നടപടികൾ സ്വീകരിക്കണം. സോളാർ ഫെൻസിംഗിനെക്കുറിച്ച് ഗൗരവമായി ചിന്തിക്കണമെന്നും കമ്മീഷൻ നിർദ്ദേശിച്ചു. ആറ്റപ്പള്ളി റെഗുലേറ്റർ പാലം പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് UDF പുതുക്കാട് നിയോജകമണ്ഡലം കമ്മിറ്റി ജനകീയ സമരം ആരംഭിച്ചു. കഴിഞ്ഞ 2 പതിറ്റാണ്ടിനിടെ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചവർക്ക് പദ്ധതി പൂർത്തീകരിക്കുന്നതിൽ വീഴ്ച സംഭവിച്ചതായി UDF ആരോപിച്ചു. പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിന് സമഗ്ര റിപ്പോർട്ട് തയ്യാറാക്കി വകുപ്പ് മന്ത്രിക്ക് സമർപ്പിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു. DCC സെക്രട്ടറി KM ബാബുരാജ് ധർണ ഉദ്ഘാടനം ചെയ്തു. UDF പുതുക്കാട് നിയോജകമണ്ഡലം ചെയർമാൻ KL ജോസ് അധ്യക്ഷനായി. കോൺഗ്രസ് പുതുക്കാട് ബ്ലോക്ക് പ്രസിഡന്റ് സുധൻ കാരയിൽ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ടെസ്സി ജോസ്, മീന മദനൻ, ജോയ് നെല്ലിശ്ശേരി, രതി ബാബു, ഭാഗ്യവതി ചന്ദ്രൻ, വരന്തരപ്പള്ളി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാൻഡോ നന്ദിപുലം, കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് റിൻഡോ ഞെരിഞ്ഞാമ്പിള്ളി തുടങ്ങിയവർ സംസാരിച്ചു. ചാവക്കാട് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസിൽ പുതിയ പേഴ്സണൽ അസിസ്റ്റന്റ് ചുമതലയേറ്റിട്ടും സാങ്കേതിക തടസ്സങ്ങൾ പരിഹരിക്കാത്തതിനാൽ അധ്യാപകരുടെ ശമ്പളം മുടങ്ങുന്നതായി പരാതി. ലോഗിൻ പ്രശ്നങ്ങൾ മൂലം ഡിജിറ്റൽ സിഗ്നേച്ചർ പ്രക്രിയ പൂർത്തിയാക്കാൻ കഴിയാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. ചാവക്കാട് DD ഓഫീസിന് കീഴിൽ 100-ലധികം സ്കൂളുകളാണ് പ്രവർത്തിക്കുന്നത്. പ്രധാന അധ്യാപകരുടെ നിയമനം നടക്കാത്ത സ്കൂളുകളിലെ അധ്യാപകരെയാണ് പ്രതിസന്ധി ഏറ്റവും രൂക്ഷമായി ബാധിച്ചിരിക്കുന്നത്. ഇത്തരം സ്കൂളുകളിൽ DD ഓഫീസിൽ നിന്നുള്ള ഡിജിറ്റൽ സിഗ്നേച്ചർ ലഭിച്ചാൽ മാത്രമേ ശമ്പള ബില്ലുകൾ മാറാൻ സാധിക്കുകയുള്ളൂ. ഉദ്യോഗസ്ഥ തലത്തിലെ വീഴ്ചയ്ക്കെതിരെ അധ്യാപകർക്കിടയിൽ പ്രതിഷേധം ശക്തമായിട്ടുണ്ട്. പവർക്കട്ടിനെതിരെ കൊടുങ്ങല്ലൂരിൽ വ്യത്യസ്ത പ്രതിഷേധവുമായി DYFI രംഗത്ത്. പവർക്കട്ട് സമയത്ത് ചിത്രങ്ങൾ പകർത്തുന്നവർക്ക് സമ്മാനം നൽകുമെന്നാണ് DYFIയുടെ അറിയിപ്പ്. DYFI അഴീക്കോട് മേഖലാ കമ്മിറ്റിയാണ് ഫോട്ടോഗ്രഫി മത്സരം ഒരുക്കുന്നത്. പവർക്കട്ട് സമയത്ത് ഏറ്റവും മനോഹരങ്ങളായ ചിത്രങ്ങളാണ് മത്സരത്തിൽ പരിഗണിക്കുക. തിരഞ്ഞെടുക്കപ്പെടുന്ന ചിത്രങ്ങൾക്ക് മെഴുകുതിരി സമ്മാനമായി നൽകും. മികച്ച ചിത്രങ്ങൾ നവമാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിക്കുന്നതോടൊപ്പം മത്സരത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് നൽകുമെന്നും DYFI ഭാരവാഹികൾ പറയുന്നു. ജൽജീവൻ മിഷൻ പദ്ധതി പ്രകാരം കണക്ഷൻ നൽകുകയും എന്നാൽ കുടിവെള്ളം വിതരണം ചെയ്യാൻ സാധിക്കാത്തതുമായ എല്ലാ കണക്ഷനുകളിലെയും വാട്ടർ അതോറിറ്റിയുടെ ബില്ലുകൾ ഒഴിവാക്കി നൽകുന്നതിന് തീരുമാനമായി. ചാവക്കാട് PWD റെസ്റ്റ് ഹൌസിൽ NK അക്ബർ MLAയുടെ അധ്യക്ഷതയിൽ ചേർന്ന ജൽജീവൻ മിഷൻ ഗുരുവായൂർ നിയോജക മണ്ഡലം പ്രവർത്തികളുടെ അവലോകന യോഗത്തിലാണ് തീരുമാനമായത്. ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വാട്ടർ അതോറിറ്റിയെ ചുമതലപ്പെടുത്തി. ദേശീയപാത അതോറിറ്റിയുടെ കാന നിർമ്മാണം വൈകുന്നതിനാൽ കുടിവെള്ള പൈപ്പുകൾ വലിക്കുന്നതിന് കാലതാമസം വരുന്നതായും
കുടിവെള്ള വിതരണം തടസ്സപ്പെടുന്നതായും ഇക്കാര്യത്തിൽ അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ സർക്കാരിനും നാഷണൽ ഹൈവേ അതോറിറ്റിക്കും ജില്ലാ കളക്ടർക്കും കത്തു നൽകും. ജൽജീവൻ മിഷൻ പദ്ധതി പ്രകാരമുള്ള കുടിശ്ശിക തുകകൾ കരാറുകാർക്ക് നൽകിയിട്ടുള്ളതാണെന്നും പദ്ധതി നടപ്പിലാക്കുന്നതിൽ കാലതാമസം വരുത്തുന്നത് അനുവദിക്കാൻ കഴിയില്ലെന്നും MLA യോഗത്തിൽ വ്യക്തമാക്കി. പദ്ധതി നടപ്പിലാക്കുന്നത് വൈകിപ്പിക്കുന്ന കരാറുകാർക്കെതിരെ ടെർമിനേഷൻ അടക്കമുള്ള നടപടികൾ സ്വീകരിക്കാൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കേരള വാട്ടർ അതോറിറ്റിയെ ചുമതലപ്പെടുത്തി. കടപ്പുറം പഞ്ചായത്തിലെ കുടിവെള്ള ടാങ്ക് നിർമ്മാണം അടിയന്തരമായി പൂർത്തീകരിക്കാൻ MLA വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് നിർദ്ദേശം നൽകി. ചാവക്കാട് റെസ്റ്റ് ഹൌസിൽ ചേർന്ന യോഗത്തിൽ ഏങ്ങണ്ടിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സേവ്യർ PK, പുന്നയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഹസൻ തളികശ്ശേരി, കടപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് VA മനാഫ്, പൊതുമരാമത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പ്രമോദ്, വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാരായ നീലിമ HA, ലിസി ജോർജ് എന്നിവർ പങ്കെടുത്തു. TCV ന്യൂസ്, ചാവക്കാട്. ഫിഷറീസ് വകുപ്പിന്റെ പൊയ്യ ഫാമിൽ മന്ത്രി OJ ജനീഷ് സന്ദർശനം നടത്തി. ടൂറിസം പദ്ധതിക്ക് വേണ്ടി 2020-21 VR സുനിൽകുമാർ MLA ആയിരുന്നപ്പോൾ 10 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ബോട്ടുകൾ വാങ്ങി ബോട്ട് ജെട്ടിയും ഓഫീസും നിർമ്മിച്ചത്. എന്നാൽ പിന്നീട് ഇതെല്ലാം ഉപയോഗിക്കാതെ നശിച്ചു. സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് പദ്ധതികൾ ആവിഷ്കരിക്കുമ്പോഴും നടപ്പാക്കുമ്പോഴും പാലിക്കേണ്ട ജാഗ്രതയില്ലായ്മയാണ് പൊയ്യ ഫാമിലെ പ്രശ്നമെന്ന് മന്ത്രി OJ ജനീഷ് പറഞ്ഞു. ജലാശയവുമായി ബന്ധപ്പെട്ട് ജില്ലയിൽ ഇത്രയധികം ടൂറിസം സാധ്യതയുള്ള സ്ഥലമുണ്ടോ എന്ന് സംശയമാണെന്നും പൊയ്യ ഫാമിലെ എല്ലാ സാധ്യതകളും പരിശോധിക്കുമെന്നും വകുപ്പ് മന്ത്രിയും ഉദ്യോഗസ്ഥരുമായും ചർച്ച നടത്തുമെന്നും മന്ത്രി പറഞ്ഞു. പൊയ്യ പഞ്ചായത്ത് പ്രസിഡന്റ് ഔസേപ്പച്ചൻ ജോസ് മന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു. വനാമി ചെമ്മീൻ കൃഷി നഷ്ടത്തിലായതും സർക്കാർ പണം ചെലവഴിച്ചതും ടൂറിസം പദ്ധതി നടപ്പാക്കാതെ ബോട്ടുകൾ നശിച്ചതും സംബന്ധിച്ച് അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് ദേശീയ ഫിഷ് ഫാം വർക്കേഴ്സ് യൂണിയൻ INTUC അഡാക്ക് പൊയ്യ വർക്കിംഗ് പ്രസിഡന്റ് VN ഷാജി മന്ത്രിക്ക് പരാതി നൽകി. PN പണിക്കർ വിജ്ഞാന വികാസ കേന്ദ്രം ദേശീയ വായനാ മഹോത്സവത്തോടനുബന്ധിച്ച് കാട്ടൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ വായനാ സദസ്സ് സംഘടിപ്പിച്ചു. തോമസ് ഉണ്ണിയാടൻ MLA ഉദ്ഘാടനം ചെയ്തു. ജോഷി കൊല്ലാറ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TK സുധീഷ്, ജില്ലാ വിദ്യാഭ്യാസ വകുപ്പ് ഉപഡയറക്ടർ T ശൈല, ചലച്ചിത്ര താരം ഷൈജൻ ശ്രീവത്സം എന്നിവർ മുഖ്യാതിഥികളായി. മുതിർന്ന മാധ്യമപ്രവർത്തകൻ CK ഹസൻ കോയ വായനാ സന്ദേശം നൽകി. ഒരു ഇടവേള കൂടി. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പെട്ടെന്നൊരാവശ്യം വരുമ്പോൾ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ. കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. ഇത് കാണുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താ ഈ കാണിക്കുന്നതെന്നല്ലേ. TV ഇനി ഫോണിലും കിട്ടും. കേരള വിഷൻ ഡിജിറ്റൽ TV സബ്സ്ക്രൈബേഴ്സിന് കീ OTTയിലെ KV Go ഫീച്ചർ വഴി TV ഇനി എവിടെയും കാണാം. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി ഒരു EV കാർ. സബ്സ്ക്രൈബ് ചെയ്യൂ, റിന്യൂ ചെയ്യൂ, നേടൂ മറ്റനേകം സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. വീണ്ടും വാർത്തകളിലേക്ക്. വടക്കാഞ്ചേരി മിണാലൂരിലെ സെലക്ട് ദർബാർ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനെത്തിയവരെ ഉടമയും ജീവനക്കാരും ചേർന്ന് മർദ്ദിച്ചുവെന്ന പരാതിയിൽ 4 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. എരുമപ്പെട്ടി കരിയന്നൂർ കേളംപുലാക്കൽ മുഹമ്മദ് ഷാമിലിന്റെ പരാതിയിലാണ് നടപടി. ചെവിക്ക് പരിക്കുപറ്റിയ മുഹമ്മദ് ഷാമിൽ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ ചികിത്സയിലാണ്. മോശം ഭക്ഷണം നൽകിയത് ചോദ്യം ചെയ്തതിന് ഉടമയും തൊഴിലാളികളും ചേർന്ന് മർദ്ദിക്കുകയായിരുന്നുവെന്ന് പരാതിയിൽ പറയുന്നു. ഭക്ഷണം ഓർഡർ ചെയ്തു. ഫ്രൈഡ് റൈസും ചിക്കൻ ചില്ലിയും പൊറോട്ടയാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ അതിൽ വന്ന നാരങ്ങ ചെറുതായിട്ട് ഉപയോഗിച്ചതും അതിൽ ചെറിയ പ്രാണികളുണ്ടായിരുന്നു. അപ്പോഴത്തെ സ്റ്റാഫിനെ വിളിച്ചു. സ്റ്റാഫിനല്ല, ഞങ്ങൾ ഓപ്പോസിറ്റിൽ നിന്ന് ബില്ലിംഗ് കൗണ്ടറായിരുന്നു. അവിടുന്ന് ആളെ വിളിച്ചു നോക്കുമ്പോൾ ആൾ ക്ലീനിങ് സ്റ്റാഫിനെ പറഞ്ഞയച്ചു, ലേഡീനെ. അപ്പോൾ ആൾ സാധനം കൊടുത്തയച്ചപ്പോൾ അവിടെ പോയിട്ട് കാണിച്ചു കൊടുത്തു. അപ്പോൾ ഞാൻ വേറെ നാരങ്ങ എടുത്ത് തരുന്നത്. പക്ഷെ നമ്മൾ എത്ര രൂപ ഞാൻ വീണ്ടും വിളിച്ചപ്പോൾ അവർ എടുത്ത് വേറെ ഒരാളെ കൊടുത്തേക്കിയത്. നമ്മൾ വീണ്ടും വിളിച്ചപ്പോഴാണ് മൂന്നാമത്തെ വട്ടം വിളിച്ചപ്പോഴാണ് അവർ വന്നത്. അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ തട്ടി കയറാണ് ചെയ്തത്. ഇത് ഉണങ്ങിയ നാരങ്ങയാണ് ഉപയോഗിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു അത് ഉണങ്ങിയതല്ല, നമുക്ക് കണ്ടാൽ മനസ്സിലാവും, മറ്റൊരാൾ ഉപയോഗിച്ചതും അതിൽ പ്രാണികളുണ്ടാകുമെന്ന് പറഞ്ഞു. അങ്ങനെ ഭക്ഷണം വേണ്ടെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോരുകയാണ് ചെയ്തത്. അപ്പോൾ ആള് നമ്മളെ തടയുകയും ബലമായിട്ട് ഭക്ഷണത്തിൻ്റെ കാശ് കൊടുത്തു. 1000 രൂപ ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആൾ
ബലമായി പിടിച്ച് അടിക്കുക ചെയ്ത് 2-3 ആൾക്കാർ കൂടി മർദ്ദിച്ചു. പിന്നെ ഞാൻ നിലത്ത് വീണ് നോക്കുമ്പോൾ എന്താ ബോധം പോയി. നാട്ടിക ഫർക്ക സഹകരണ റൂറൽ ബാങ്ക് ഏർപ്പെടുത്തിയ വിദ്യാഭ്യാസ അവാർഡ് വിതരണവും മൊബൈൽ ബാങ്കിംഗ് ഉദ്ഘാടനവും ശനിയാഴ്ച നടക്കുമെന്ന് ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VK ജ്യോതിപ്രകാശ് അറിയിച്ചു. ഏങ്ങണ്ടിയൂർ മുതൽ SN പുരം വരെയുള്ള 10 പഞ്ചായത്തുകളിലെ SSLC +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികളെയാണ് അനുമോദിക്കുന്നത്. ബാങ്ക് ഹെഡ് ഓഫീസ് അങ്കണത്തിൽ നടക്കുന്ന അനുമോദന ചടങ്ങ് കവി മുരുകൻ കാട്ടാക്കട ഉദ്ഘാടനം ചെയ്യും. ബാങ്ക് വൈസ് പ്രസിഡന്റ് AG സുഭാഷ്, സെക്രട്ടറി ഇൻചാർജ് KR ധർമ്മജ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. തൃശൂർ പൂരം എക്സിബിഷന്റെ പോലീസ് പവലിയനിൽ ആരോഗ്യമാണ് എന്റെ ലഹരി എന്ന പ്രമേയത്തെ അടിസ്ഥാനമാക്കി സൈക്കിൾ ഫൗണ്ടൻ രൂപകൽപ്പന ചെയ്ത് സ്ഥാപിച്ച KSEB ഉദ്യോഗസ്ഥൻ വേലൂർ സ്വദേശി ഫ്രാൻസിസിന് സിറ്റി പോലീസ് കമ്മീഷണറുടെ പ്രശംസാപത്രം. പോലീസിന്റെ ലഹരിവിരുദ്ധ ബോധവൽക്കരണത്തിന് വലിയ സംഭാവനയാണ് യന്ത്രമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ നകുൽ രാജേന്ദ്ര ദേശ്മുഖ് പ്രശംസാപത്രത്തിൽ പറയുന്നു. ആരോഗ്യ സംരക്ഷണത്തിന് സൈക്കിൾ എന്ന ശീർഷകത്തിൽ ഒട്ടനവധി പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുള്ള ഫ്രാൻസിസിനെ സൈക്കിൾ പ്രാഞ്ചി എന്നാണ് നാട്ടുകാർ വിളിക്കുന്നത്. മനക്കുളങ്ങര ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിലുള്ള 177ാമത് സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയ ക്യാമ്പ് ഞായറാഴ്ച സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കൊടകര GLP സ്കൂളിൽ രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെയാണ് ക്യാമ്പ്. വാർത്താസമ്മേളനത്തിൽ ക്ലബ് പ്രസിഡന്റ് VM അനിൽ, സെക്രട്ടറി MR റാംസൺ എന്നിവർ പങ്കെടുത്തു. തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ 1996 ബാച്ചിന്റെ മഹാസംഗമം ശനിയാഴ്ച നടക്കും. തിരികെ 96 എന്ന പേരിൽ കോളേജ് മിലേനിയം ഹാളിൽ സംഘടിപ്പിക്കുന്ന മഹാസംഗമം കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ AR ജയൻ ഉദ്ഘാടനം ചെയ്യും. പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയുടെ ഭാഗമായി ആരംഭിക്കുന്ന GECT 1996 ട്രസ്റ്റിന്റെ ഉദ്ഘാടനം കോളേജ് അലുമിനി രക്ഷാധികാരി പ്രൊഫസർ കൃഷ്ണകുമാറും ലോഗോ പ്രകാശനം ഡോക്ടർ KB മിനുദത്തും നിർവഹിക്കും. ട്രസ്റ്റ് ഫൗണ്ടർ സാബു രാമൻ, കമ്മിറ്റി പ്രസിഡന്റ് സുധി ഭൂഷൺ, സെക്രട്ടറി ജീവൻ ജോയ്, ട്രഷറർ സുഭാഷ് മുല്ലനേഴി, വൈസ് പ്രസിഡന്റ് സിന്ധു അഗസ്റ്റിൻ, ഹെഡ് രമേഷ് പ്രഭു തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വിശുദ്ധരുടെ 1500 തിരുശേഷിപ്പുകൾ പൊതുവണക്കത്തിനെത്തുന്ന ഓർത്തോസ് സാങ്ക്തോരും എന്ന പ്രോഗ്രാം ശനി ഞായർ ദിവസങ്ങളിൽ മുണ്ടൂർ മൗണ്ട് കാർമൽ പള്ളിയിൽ നടക്കും. CLCയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. രാവിലെ 7 മുതൽ രാത്രി 8:30 വരെ ദേവാലയത്തിലെത്തി തിരുശേഷിപ്പുകൾ വണങ്ങി പ്രാർത്ഥിക്കുന്നതിനുള്ള അവസരമുണ്ടായിരിക്കുമെന്ന് വികാരി അറിയിച്ചു. വിദ്യാർത്ഥികൾക്കിടയിൽ നിയമ അവബോധം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ തൃശൂർ ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി വിവേകോദയം ബോയ്സ് സ്കൂളിൽ സംവാദം സംഘടിപ്പിച്ചു. ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി സെക്രട്ടറി അഡ്വക്കേറ്റ് TV വിൻസി വിദ്യാർത്ഥികളുമായി സംവദിച്ചു. അഡ്വക്കേറ്റ് ശ്രുതീഷ്, അഡ്വക്കേറ്റ് ലാസർ, അധ്യാപകരായ ആര്യ അനിൽ, KS ശ്രുതി, A ഗീതു തുടങ്ങിയവർ സംസാരിച്ചു. കൊടകര സഹൃദയ കോളേജിന്റെ നേതൃത്വത്തിൽ മുത്തശ്ശി വൈദ്യം എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. ആയുർവേദ ചികിത്സാരംഗത്തെ പ്രഗത്ഭയായ ഡോക്ടർ R ഭഗവതി അമ്മാൾ വിഷയാവതരണം നടത്തി. കോളേജ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ഡോക്ടർ ജോജി കല്ലിങ്ങൽ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ ഡോക്ടർ KL ജോയി, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ K കരുണ, IKSL കൺവീനർ ഡോക്ടർ സ്വപ്ന C കോമ്പത്ത്, അജയിൽ മേരി, സ്റ്റുഡൻസ് കോർഡിനേറ്റർ ഹണി ജെയ്സൺ തുടങ്ങിയവർ പങ്കെടുത്തു. തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ 1996 ബാച്ചിന്റെ മഹാസംഗമം ശനിയാഴ്ച നടക്കും. തിരികെ 96 എന്ന പേരിൽ കോളേജ് മിലേനിയം ഹാളിൽ സംഘടിപ്പിക്കുന്ന മഹാസംഗമം കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ AR ജയൻ ഉദ്ഘാടനം ചെയ്യും. പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയുടെ ഭാഗമായി ആരംഭിക്കുന്ന GECT 1996 ട്രസ്റ്റിന്റെ ഉദ്ഘാടനം കോളേജ് അലുമിനി രക്ഷാധികാരി പ്രൊഫസർ കൃഷ്ണകുമാറും ലോഗോ പ്രകാശനം ഡോക്ടർ KB മിനുദത്തും നിർവഹിക്കും. ട്രസ്റ്റ് ഫൗണ്ടർ സാബു രാമൻ, കമ്മിറ്റി പ്രസിഡന്റ് സുധി ഭൂഷൺ, സെക്രട്ടറി ജീവൻ ജോയ്, ട്രഷറർ സുഭാഷ് മുല്ലനേഴി, വൈസ് പ്രസിഡന്റ് സിന്ധു അഗസ്റ്റിൻ, ഹെഡ് രമേഷ് പ്രഭു തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പാത്രങ്ങൾ മോഷണമായ കൊടുങ്ങല്ലൂരിലെ വാസുദേവ വിലാസം UP സ്കൂളിലേക്ക് പാത്രങ്ങൾ സമ്മാനിച്ച് ലയൺസ് ക്ലബ്ബ്.
കഴിഞ്ഞ ദിവസം വിദ്യാലയത്തിലെ പാചകപ്പുരയിലെ പാത്രങ്ങളും പലവ്യഞ്ജനങ്ങളും ഉൾപ്പെടെ കളവ് പോയിരുന്നു. സംഭവം അറിഞ്ഞ ലയൺസ് ക്ലബ്ബ് പ്രവർത്തകർ പാത്രങ്ങൾ, മിക്സി, പ്രഷർ കുക്കർ തുടങ്ങിയവ സംഭാവന നൽകുകയായിരുന്നു. ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് ഡോക്ടർ രശ്മി കണ്ണൻ, സെക്രട്ടറി സെലിൻ നഷർബാൻ, പ്രധാന അധ്യാപിക ജ്യോതി, PTA പ്രസിഡന്റ് സുധീഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 13,065 രൂപ, പവന് 1,04,520 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. മാരാങ്കോട് കുടിൽക്കെട്ടി താമസിക്കുന്ന അരേക്കാപ്പ് വീരാൻകുടി ഉന്നതികളിലെ ആദിവാസി കുടുംബങ്ങളുടെ പ്രശ്നം ചർച്ച ചെയ്യാൻ 10 ദിവസത്തിനകം ഉന്നതതല യോഗം ചേരുമെന്ന് മന്ത്രി KA തുളസി. ഉന്നതിയിലെ താമസക്കാർക്ക് അടിയന്തരമായി സഹായങ്ങൾ എത്തിക്കുമെന്നും മന്ത്രി. ദേശീയപാത ശ്രീനാരായണപുരം ആലയിൽ കാറിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന സ്കൂട്ടർ യാത്രക്കാരനായ വിദ്യാർത്ഥി മരിച്ചു. ഇരിങ്ങാലക്കുടിയിൽ സ്വകാര്യ ബസും കോളേജ് ബസും കൂട്ടിയിടിച്ച് 14 പേർക്ക് പരിക്കേറ്റു. ഇതര സംസ്ഥാനങ്ങളുടെ സഹകരണത്തോടെ ഓപ്പറേഷൻ തൂഫാന്റെ പ്രവർത്തനം വ്യാപിപ്പിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ലഹരിക്കെതിരെയുള്ള യുദ്ധം നിരന്തരം തുടർന്നുകൊണ്ടിരിക്കുമെന്നും ആഭ്യന്തരമന്ത്രി. നാലമ്പല തീർത്ഥാടനത്തിന് ഭക്തജന പ്രവാഹം. ഭക്തർക്ക് പ്രത്യേക സൗകര്യങ്ങളൊരുക്കി ക്ഷേത്രങ്ങൾ. കേരളത്തിൽ എയിംസ് വരുമെന്ന് ഉറപ്പാണെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. എയിംസ് തൃശൂരിൽ വേണമെന്ന കാര്യത്തിൽ താൻ ശാഠ്യം പിടിക്കാനില്ലെന്ന് കേന്ദ്രമന്ത്രി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.